ഓണത്തിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു വിഭവമാണ് രസം. അപ്പോൾ ഒരു രസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സബോള, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് അരിഞ്ഞ് കാണിക്കാം. അരിഞ്ഞെടുക്കാം. സബോള ചെറുതായിട്ട്, ചെറുതാക്കി അരിയണം എന്നൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇടാം. ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം കൂടെയാണ് മിക്സിയുടെ ജാറിലിടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളകും. ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 3/4 സ്പൂണ് കുരുമുളക് ഇതൊക്കെ കൊടുക്കാം. ഇനി അടിച്ചെടുക്കാം. ഇത് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അരച്ചെടുക്കുക. ഇത് പാത്രത്തൊക്കെ ഒഴിക്കുക. ഈ വെള്ളം നീട്ടിയെടുക്കാം. വെള്ളം ഒഴിച്ച് നീട്ടാം, ഉണക്കും. അപ്പോൾ അതാ വെള്ളം ഒഴിച്ച് നീട്ടാം. അപ്പോൾ അതാ. അപ്പം നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നവർക്ക് കൂടുതൽ സാധനങ്ങൾ എടുക്കണം. ഞാനൊരു 5-8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു തക്കാളിയും, ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ രസം വേണ്ടവർക്ക് സാധനങ്ങൾ കൂട്ടി എടുക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളകും പച്ചമുളക് ഇട്ടതുകൊണ്ട് എരിവ് കുറച്ച് മതി. ഞാനൊരു 1/2 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 എന്ന് പറയാനില്ല, കുറച്ച് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉലുവപ്പൊടി. നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്തു. അപ്പം ഞാനിതാ അത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കാം. ഇട്ട് കൊടുക്കാം. സ്റ്റവ് കത്തിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ തിളക്കട്ടെ. തിളക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി രസം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കാം. ഈ സമയം കൊണ്ട് ഉപ്പൊന്ന് നോക്കി കൊടുക്കാം. ഉപ്പ് കുറവാണ്, ശകലം കൊടുക്കാം. അപ്പോൾ അതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇട്ട പാകത്തിന് ഇട്ടാൽ മതി. അത് നമുക്കങ്ങനെ കണക്ക് പറയാൻ പറ്റില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ ഇടയ്ക്കൊന്ന് നോക്കുക, എന്നിട്ട് പാകത്തിനിട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം. ഉപ്പ് പാകത്തിനുണ്ട്. നല്ലതുപോലെ തിളച്ച് വേകട്ടെ. തക്കാളി സബോള അരച്ചതുമെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വെന്തിട്ട് വെന്തിക്കുറുവട്ടെ. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ശകലം 1 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒന്ന് ബാലൻസ് നിൽക്കാൻ വേണ്ടി ശർക്കര ഇച്ചിരി ചേർക്കുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് ഒരു ശകലം ശർക്കര ചേർത്ത് കൊടുക്കാം. എൻ്റെ ശർക്കര ചിരവി വെച്ചിട്ട് ഉരുകിപ്പോയി. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉണ്ടാവും. ചിരവിയ ശർക്കര 1/2 സ്പൂൺ ഉണ്ടാവും. അപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടിട്ട് അപ്പം അത് വാങ്ങി വെക്കാം. ഇനി താളിച്ച് വയ്ക്കാം. ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൊടുക്കാം. നല്ലതുപോലെ ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് നല്ലതുപോലെ തിളച്ചിരിക്കണോണ്ടേ. അപ്പം അതാ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് രുചിച്ച് നോക്കാം. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഓണത്തിന് ഒഴിച്ച് കൂട്ടാൻ പറ്റാത്തൊരു വിഭവമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, ലൈക്ക് ചെയ്യണേ. ഒരു ലൈക്ക്.